ഏറ്റവും ദിലീപേട്ടന് ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താണ്? ഈ കണ്ണാണോ, മൂക്കാണോ? സ്കൂളിൽ നിന്ന് ദിലീപേട്ടനാ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചാൽ ഞാൻ തിരിച്ചങ്ങോട്ടും വിളിക്കും. അതെന്റെ ഇഷ്ടപ്പെട്ട നടനാണ് ദിലീപേട്ടൻ. അല്ലാതെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സ്കൂളില്. സ്കൂളില് സാറ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവൻ അവിടെ വലിയ കുഴപ്പമുണ്ടാക്കും. അയ്യോ അങ്ങനെയൊന്നും വേണ്ടാട്ടാ, അവര് പറഞ്ഞിട്ട് പോട്ടെ. എന്നെ കുറിച്ച് എന്തൊക്കെ പറയണം, ഞാൻ മല്ലും വേണ്ടണ്ട. അങ്ങനെ കണ്ടാ മതി കേട്ടാ. എന്തായാലും വലിയ സന്തോഷം. ഈ സ്നേഹത്തിന് ഇന്നൊന്നുമില്ല പറയാൻ. 101 സിനിമ നോക്കിട്ടേ ഇത് മുഴുവൻ എന്നെ കൊണ്ട് വായിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ നോക്കിയോ, ഇത് എനിക്ക് തന്നാണോ? പുസ്തകം തന്നാണോ? ഇത് വായിച്ചു തൂവൽ കൊട്ടാരം അല്ലേ? എല്ലാം വായിച്ചു. ഞാനിതൊക്കെ ഒറ്റയടിക്ക് വായിച്ചു. ദിലീപേട്ടനെ ഇന്നലെ ഇങ്ങോട്ട് കാണാൻ വരുന്ന പറഞ്ഞു, ഉറങ്ങിയിട്ട് പോലും ഇല്ല ഇന്നലെ. ആണോ? അല്ല ഇത് പറ, കണ്ണാണോ ചിരിയാണോ ഏറ്റവും ഇഷ്ടം എന്ന് പറ. ചിരിയാണ് ഇഷ്ടം. കണ്ടോ, ഇനി നമ്മളെ ചിരിപ്പിക്കണം എന്നാ പറയുന്നേ. അതാണ് നമ്മൾ ചിരിപ്പിച്ചോണ്ടിരിക്കും അല്ലേ? ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ ബുക്ക് ഞങ്ങൾ എടുത്തോട്ടെ, ദിലീപേട്ടന് കൊടുത്തു വിടട്ടെ ഞങ്ങള്? കുഴപ്പമുണ്ടോ? ഇല്ല, അതാ ക്ലാസ്സിലെ പുസ്തകമാണ്. അല്ല അതല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അതായത് അടിസ്ഥാന പാഠം വലി മലയാളം ഫസ്റ്റ് നോട്ട്ബുക്ക്, ട്യൂഷൻ മാത്സ് ബുക്ക്, ഹോംവർക്ക് തന്നു. ഇത് ഇത്രയാണ് എഴുതിയത്. നമുക്കിപ്പോ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാനൊക്കെ അറിയാലോ അല്ലേ? ഓക്കെ, ഇത് ഏട്ടാ, ഇതെനിക്ക് തോന്നുന്നു ചേട്ടന് ചിലപ്പോ എവിടെയെങ്കിലും ഉപകാരപ്പെട്ട. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോ ആലോചിക്കാം, ഇത് ഞങ്ങളുടെ കയ്യിലിരിക്കോ മോന്റെ കയ്യിലിരിക്കോ? അല്ല, ഇപ്പൊ മോൻ എത്രയിലാ പഠിക്കുന്ന? അപ്പൊ 8ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അവൻ എഴുതിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത്ര സാധനങ്ങള്. ഇനി എന്തെങ്കിലും ഇതുപോലെ എഴുതി കൊടുക്കണോന്ന് ആഗ്രഹം ഉണ്ടോ ദിലീപേട്ടന്? ഇനി വരാൻ പോകുന്ന സിനിമകള്, വരാൻ പോണ സിനിമകളൊക്കെ പാട്ടുകൾ തന്നെ ആണോ? എന്നിട്ട് എങ്ങനെ പാടും? എന്തേലും പാടാൻ പറ്റുമോ അവനെ തിരിച്ച്? അങ്ങനെ തലതിരിച്ച് എന്തായാലും പാടുവോ മോൻ? ഏതാ പാടിയേ? പാടിക്കോ. നേരത്തെ പാടിയ പാട്ട് തന്നെ. അതൊന്ന് തിരിച്ചു പാടിയേ. തിരിച്ചു പാടാൻ അധികം പുസ്തകം നോക്കിയിട്ട് ഇതേപോലെ വായിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ വായിക്കാൻ പറ്റുമോ? പക്ഷെ വേറെ കാര്യമുണ്ട്, വായിക്കുമ്പോ ഇതുപോലെ തന്നെയാവും, എഴുതുമ്പോഴേ ബാക്കിന്ന് വരുള്ളൂ. അല്ല അതല്ലേ ശരിയായി. ഇപ്പൊ ഇതൊക്കെ ഇവിടുന്ന് വായിക്കും, തൂവൽ കൊട്ടാരം. അങ്ങനെ അപ്പൊ ഓണവില്ലിന് ഇവിടുന്ന് അങ്ങനെ എഴുതി വരുള്ളൂ അല്ലേ? മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. അപ്പൊ അതുകൊണ്ട് വേറെ പോലെ ആവില്ല. മനസ്സിലായി. അപ്പൊ ചേച്ചി എടുക്കണോ ഈ ബുക്ക്? ദിലീപേട്ടനെ എടുക്കണോ? ചേച്ചി എന്നെ എടുത്തോളാം.